മുന്തിരിത്തോപ്പിലെ വിശ്വാസി. നുബുവത്തിന്റെ 10ാം വർഷം ത്വായിഫിലെ സഖീഫ് ഗോത്രക്കാരിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ അതികഠിനമായിരുന്നു. അവർ മുത്തുനബിയുമായി കുടുംബബന്ധമുള്ളവരായിരിക്കെ ഗോത്രത്തിലെ ചെറിയ കുട്ടികളെ കൊണ്ടുപോലും നബിയെ കല്ലെറിയിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. കല്ലേറിൽ ആ പരിശുദ്ധ മേനി പൊട്ടി ചോരയൊലിക്കുക പോലുമുണ്ടായി. പ്രാണരക്ഷാർത്ഥം അടുത്തുള്ള ഒരു തോട്ടത്തിലാണ് അവിടുന്ന് അഭയം കണ്ടെത്തിയത്. ക്ഷീണവും പ്രയാസവും കാരണം അവിടെ ഒരു മരത്തണലിൽ കുറച്ചു നേരം വിശ്രമിച്ചു. ഈ ഉപദ്രവങ്ങളെല്ലാം ഒരു പ്രബോധകൻ നേരിടേണ്ടതാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും മനസ്സിലാക്കി. അതെല്ലാം ക്ഷമിക്കുകയും അവരെ സന്മാർഗത്തിലേക്ക് എത്തിക്കാനായി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു. റബീഅത്ത് എന്നയാളുടെ മക്കളായ ഉത്തുബയുടെയും ഷൈബയുടെയും തോട്ടമായിരുന്നു അത്. അവരാണെങ്കിലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കടുത്ത വിരോധമുള്ളവരും. ഈ സമയം അവർ രണ്ടുപേരും ആ തോട്ടത്തിലുണ്ടായിരുന്നു താനും. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുമുണ്ടായിരുന്നു. ശത്രുപക്ഷത്തുള്ള ആളുകളായിരുന്നുവെങ്കിലും ഇരുവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ്. അതിനാലാവും ഇത്രയേറെ മർദ്ദനം സഹിച്ച് ക്ഷീണിതരായിരിക്കുന്ന പ്രവാചകരെ കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ പെട്ടെന്നൊരു അനുകമ്പ പൊട്ടിവിടർന്നത്. ഉടൻ തന്നെ അവർ തങ്ങളുടെ തോട്ടത്തിലെ ജോലിക്കാരൻ അദ്ദാസിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അയച്ചു. ഒരു പാത്രത്തിൽ കുറച്ച് മുന്തിരിയായിട്ടാണ് അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അരികിലെത്തിയത്. പാത്രം മുന്നിൽ വെച്ചു. മുത്തുനബി ആ പാത്രത്തിൽ നിന്ന് അള്ളാഹുവിന്റെ നാമം ഉരുവിട്ട് സന്തോഷത്തോടെ മുന്തിരി എടുത്തു ഭക്ഷിച്ചു. അദ്ദാസ് ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മുത്തുനബി ഉരുവിട്ട ബിസ്മില്ലാഹി എന്നു തുടങ്ങുന്ന വാചകം അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ആ വിശുദ്ധ വലയത്തിൽ അദ്ദാസ് നിർവൃത്തിയോടെ ഇരുന്നു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദാസും അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അദ്ദാസ് നബിയോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ വാചകം ഈ നാട്ടിലെവിടെയും ഞാൻ കേട്ടിട്ടില്ലാത്തതാണല്ലോ. നബി തങ്ങൾ പറഞ്ഞു, അദ്ദാസേ, നീ ഏതു നാട്ടുകാരനാണ്? നിന്റെ മതമേതാണ്? അദ്ദാസ് പറഞ്ഞു, നബിയെ, ഞാൻ നീനവ ദേശക്കാരനായ ഒരു ക്രിസ്ത്യാനിയാണ്. നബി പറഞ്ഞു, വിശുദ്ധനായ എന്റെ സഹോദരൻ യൂനുസ് ബിനു മത്തയുടെ നാട്ടുകാരനാണല്ലേ? ഇത് കേട്ട് അദ്ദാസ് ഞെട്ടിപ്പോയി. അദ്ദാസ് പറഞ്ഞു, യൂനുസ് ബിനു മത്തയെപ്പറ്റി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നബി പറഞ്ഞു, എന്റെ സഹോദരനാണ് യൂനുസ്. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. ഞാനും ഒരു പ്രവാചകനാണ്. ഇത്ര വിദൂരത്തായിട്ടും ഇദ്ദേഹം ഇതൊക്കെ എങ്ങനെ അറിയുന്നു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വാക്കുകളിലും അദ്ദാസിന് അത്ഭുതമേറി വന്നു. ഒരു നിയോഗം പോലെ അദ്ദാസ് നബിയുടെ കാൽക്കൽ വീണു. അവിടുത്തെ ശിരസ്സും കൈകളും കാലുകളും ആദരവോടെ ചുംബിച്ചു. അധിക നേരം നിൽക്കാതെ മുത്തുനബിയിൽ നിന്നും പിരിഞ്ഞ അദ്ദാസ് ഉത്തുബയുടെയും ഷൈബയുടെയും അടുക്കലേക്ക് തന്നെ ചെന്നു. ശേഷം അവരോട് പറഞ്ഞു, ഓ യജമാനന്മാരെ, അദ്ദേഹത്തെക്കാൾ ഉത്തമരായ ഒരാളും ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പ്രവാചകനല്ലാതെ പറയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്നോട് സംസാരിച്ചു. ഇത് കേട്ടതും വളരെ ശാഠ്യത്തോടെ അവർ പറഞ്ഞു, അദ്ദാസേ, നിനക്ക് നാശം എത്തിയിരിക്കുന്നു. നിന്റെ മതത്തെ നീ ഉപേക്ഷിക്കരുത്. നിനക്ക് ഉത്തമം നിന്റെ ക്രിസ്തീയ മതം തന്നെയാണ്. അവർ അപ്പോഴും അജ്ഞതയിൽ തന്നെ നിലകൊണ്ടു. അദ്ദാസാകട്ടെ സത്യമതത്തിന്റെ മധുരം നുണഞ്ഞു കഴിഞ്ഞിരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.